സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ച ആഭ്യന്തര വകുപ്പ്. കേരളത്തിലെ ലഹരി മാഫിയയുടെ വേരറുക്കുകയാണ് ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെ ജനസേവന കേന്ദ്രങ്ങളാക്കി മാറ്റും. പോലീസ് സ്റ്റേഷനുകളിൽ നിലവിലുള്ള SHO സംവിധാനം പുനഃപരിശോധിക്കുന്നതിന് ADGP ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി മാഫിയക്കെതിരെ സംസ്ഥാന സർക്കാർ കടുത്ത പോരാട്ടത്തിന് തുടക്കമിടുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയിലൂടെ ലഹരി സംഘങ്ങളുടെ വേരറുക്കാനാണ് ലക്ഷ്യം. DGP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ പ്രഖ്യാപനം. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളിലും സമൂലമായ മാറ്റം കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. പോലീസ് സ്റ്റേഷനുകൾ ജനസേവന കേന്ദ്രങ്ങളാക്കുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞ മന്ത്രി സ്റ്റേഷനിലെത്തുന്നവരെ സൗഹൃദപരമായി സ്വീകരിക്കുന്ന സംവിധാനം ഒരുക്കുമെന്നും പറഞ്ഞു. കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലും കാര്യക്ഷമമായ മാറ്റമുണ്ടാകും. പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഏതൊരു വ്യക്തിയെയും കുറ്റവാളിയായിട്ടല്ല കാണുന്നത്. അവർക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സമചിത്തതയോടെ കേൾക്കാനും അത് പരിഹരിക്കാനും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്. ലഹരി മാഫിയെ നിയന്ത്രിക്കാൻ പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും സഹകരണം ആവശ്യമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനും പ്രത്യേക നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.